അപ്പോൾ ഇന്ന് ഡേ 2 ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഹോട്ടലിൽ ഇറങ്ങിയിട്ടുണ്ട്. ഗൈഡ് ഓൾറെഡി വെയിറ്റിംഗ് ആണ്. ഇന്ന് നമ്മൾ പോകുന്നത്, ഇന്ന് എന്താ പ്ലേസിൻ്റെ പേര്? ഗോദാവരിയ. അങ്ങനെ എന്തൊരു സ്ഥലമാണ്, ഞാൻ പോയിട്ട് പറയാം. മെയിന് സ്നോൻ്റെ ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. അപ്പം അതിന് അനുസരിച്ചിട്ട് ഞാൻ ഓൾറെഡി 3 ലെയർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ട്. ഇനി ഈ ജാക്കറ്റ് മസ്റ്റാണ്. നമുക്ക് ജാക്കറ്റ് അവിടെ എത്തിയിട്ടിടാം. അപ്പോൾ പോവാം കേട്ടോ, പോവാം. ഇപ്പം ദിദുവിനും ഞാനിതാ ഉള്ളിൽ 3 ലെയറും ഈ എക്സ്ട്രാ ജാക്കറ്റും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പോകുന്ന വഴി ഇവിടെ ഒരു സ്പോട്ട് കണ്ടിട്ട് നിർത്തിയതാട്ടോ, ഇങ്ങനെ ഫോട്ടോസ് എടുക്കാനെല്ലാം. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഗ്ലൗസ് ഒന്നും ഇട്ടിട്ടില്ല, തണുപ്പുണ്ട്, പക്ഷെ സഹിക്കാൻ പറ്റുന്ന തണുപ്പാണ്. 7 ഡിഗ്രി ആയിട്ടുണ്ട്. ഇത് ബാക്കിൽ മൗണ്ടെയിൻസ് ഉണ്ടോ, നല്ല എന്താ പറയുക, നമ്മളെ വാൾപേപ്പറിൽ വെക്കാൻ പറ്റിയ ഫോട്ടോസ് എടുത്താൽ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. കണ്ടില്ലേ, നിങ്ങൾ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. ഇത് ഫുള്ള് സ്നോ ആണ് കേട്ടോ. നമ്മൾ നെക്സ്റ്റ് ഇപ്പോൾ പോകുന്നൊരു ഏതാ സ്പോട്ട് എനിക്ക് ഓർമ്മയില്ല, അതൊന്ന് നോക്കിയിട്ട് പറയാം. അതിന് ശേഷം പോകുന്ന സ്നോ, നമ്മൾ മൗണ്ടെയിൻസിലാണ് സ്നോ കാണാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഫോട്ടോ 5 ലാറി എല്ലെന്ന് പറഞ്ഞാൽ 5 ലാറിയല്ല അല്ലേ, വേണ്ട, നമ്മൾ ഏകദേശം 5 ദിറംസ് 6-7 ദിറംസ് ആയിട്ട് വരും ഒരു എമൗണ്ട്. അങ്ങനെ ഇതാ എല്ലാ ഈ സ്പോട്ടിലെല്ലാം ഇരിക്കണമെങ്കിൽ 5 ലാറി അങ്ങനെയാണ് വരുന്നത് കേട്ടോ. വേണ്ട. ഓ, നമുക്കിത് ഇവിടെ ബൂട്ടും കാര്യങ്ങളൊക്കെ ഗ്ലൗസ് എല്ലാം വാങ്ങാൻ കിട്ടുന്ന സ്ഥലമാണ്. പിന്നെ വാങ്ങണമെന്നുണ്ട് പോകുമ്പോൾ. നല്ല തണുപ്പ്, എൻ്റെ വായിന്ന് ഇങ്ങനെ പുക പോകുന്നുണ്ട്. ജാക്കറ്റ് എടുത്തിട്ടുണ്ട്, കാരണം നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ മൗണ്ടെയിൻസിലാണ്. അപ്പോൾ അവിടെ മെയിൻ സ്നോ, നമ്മൾ വന്നാൽ പോകേണ്ട സ്ഥലം അതാണ്, സ്നോ ഉള്ള ഒരു സ്ഥലത്തിൽ. അപ്പം അവിടെ വന്നിട്ട് അവർ പറഞ്ഞു നല്ല ജാക്കറ്റും കാര്യങ്ങളെല്ലാം കരുതണം, ഭയങ്കര തണുപ്പായിരിക്കും. പക്ഷെ അതൊരു വേറൊരു ലോകമാണ് പോലും. എന്തായാലും പോയി നോക്കാം കേട്ടോ. ഇതൊക്കെ നമ്മൾ പോകുന്ന വഴി കാണുന്ന ഷോപ്സ് കേട്ടോ. നമുക്ക് ബൂട്ട്സും ഗ്ലൗസും കാര്യങ്ങളൊക്കെ വാങ്ങാം വേണമെങ്കിൽ. ഇങ്ങനത്തെ സോക്സാണ് വേണ്ടേ? ഓക്കെ. ഹായ്. ഇത് ഇട്ടിട്ട് ബൂട്ടിടാൻ പറ്റുമോ? സ്പൈഡർമാൻ നോക്കാം. How much for this strawberry box? This 20 lari. 20. അതെ. കുഞ്ഞിവിടെ ദിതു കാറ്റായിട്ട്. അപ്പം അവർ വാഷ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇവിടുത്തെ 20 ലാറിയാ, എന്താ പറയാ, ലാറി. ജെല്ലെന്ന് പറയട്ടോ, 20 ജെല്ല്. ഓക്കെ, താങ്ക് യു. ഓക്കെ, വന്നെടുത്തോ. ഇത് ഇതുമോക്കാണ് കേട്ടോ, ആൾക്ക് ഇഷ്ടമാണ് സ്ട്രോബെറി. പിന്നെ പോകുന്ന വഴി കഴിക്കാലോ. ഒരു സോക്സും കൂടി വാങ്ങണം. യാ 20. ഇവിടെ എല്ലാം 20 വരുന്നത്. അത് മതി തോന്നുന്നുണ്ട്. ഓക്കെ. നോ കവർ, നോ നീഡ്. അമ്മ സ്ട്രോബെറി വാങ്ങി തന്നല്ലേ. ഇതിന് അതിന് പുക പോകുന്നുണ്ടല്ലോ. മതിയാ, ഇഷ്ടമായാ? ഓക്കെ ഓക്കെ, ഫൈൻ. മങ്കി കണ്ട. ഹോർസ് റൈഡ്. കൈ പിടിച്ചോ. പോവാല്ലേ താഴെ. ഈ സ്ഥലത്തിന് പേരെന്താ പറഞ്ഞേ? അനനൂറി അല്ലേ? അനനൂറി. നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി പോകുകയാണേ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ചേർച്ചാണ്. വീണു വേണ്ട, കൈ പിടിച്ചാൽ വേണ്ടേ.
ഉള്ളിൽ കയറാം. പറ്റൂല ന്നറിയാം. ഇപ്പം നമ്മളിതാ ചേച്ചി കയറി. ഇവിടെ ഫോട്ടോ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ടാട്ടോ താഴോട്ട് പോവാണേ. വന്നിട്ട് ലേക്ക് ബോട്ടിംഗ് എല്ലാം ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇന്നലെ ടിബ്ലിസി ഓൾഡ് ടിബ്ലിസിയിൽ ബോട്ടിങ്ങിന് പോയിട്ടുണ്ട്. ഇവിടെ നോക്കട്ടെ എങ്ങനെ അവസ്ഥ, കാരണം നമുക്ക് ഇനിയും കുറച്ച് സ്പോട്ട് പോകാനുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഏകദേശം കയറുന്നുണ്ട് ഒരു 1/2 hourലായിരിക്കും സമയം. ഓ എൻ്റെ അമ്മ വാ. ഇത് നമുക്ക് ഇവിടെ കവറാക്കട്ടോ. അയ്യോ ആയിട്ടില്ല, ജസ്റ്റ് വേണ്ടിട്ടൊക്കെ. ഇത് നല്ല കവറാക്കിക്കോ. ഫ്രീസിങ് ജാക്കറ്റ്. ഓക്കെ, അപ്പൊ നമ്മൾ ബോട്ടിങ്ങിന് കേട്ടോ ഒരു ബ്ലാങ്കറ്റ് തരുമോ, കാരണം നല്ല കാറ്റായിരിക്കും. കവറാക്കിയിട്ടുണ്ട് കണ്ടോ. ഇന്നലത്തെ ബോട്ടിങ് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇത് വേറെ തന്നെയാണ്. ഇത് മൊത്തം എന്താ മലകളാണ്, മൗണ്ടെയിൻസ്. ഇന്നലത്തതല്ല ഒരു ഓൾഡ് ടിബ്ലിസി അല്ല, നമുക്ക് ബിൽഡിങ്സ് അങ്ങനത്തെ അല്ല കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മള് മുഖത്താ കാറ്റടിക്കുന്നത്, നമുക്ക് തണുപ്പ് ഫീൽ ആകുന്നത് കാറ്റടിക്കുമ്പോ കേട്ടോ. അപ്പൊ അന്നത്ര ഇവിടെ എന്താ നെക്കിനിടുന്ന ഒരു സംഭവം ഉണ്ട്, അതിട്ട് ഫേസ് കവറാക്കാം. ഞാൻ എടുക്കാൻ വിട്ടുപോയി, എന്തായാലും കവർ ചെയ്യാം. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അപ്പൊ ഞാൻ ബോട്ടിംഗ് ആണ് കേട്ടോ. ബോട്ടിങ്ങില് വെറുതെ അഭിനയിക്കുന്നുള്ളൂ, ഓടിക്കുന്നില്ല, കാരണം ഒന്നും അറിയില്ലല്ലോ. നല്ലൊരു എക്സ്പീരിയൻസാ, രണ്ട് എക്സ്പീരിയൻസാ. ഇന്നലത്തെ ബോട്ടിംഗ് എന്ന് വെച്ചാൽ ടിബ്ലിസി ഒരു സിറ്റി ആയിരുന്നു, ഓൾഡ് സിറ്റിയാണ്. അപ്പോൾ നമുക്ക് ബിൽഡിങ്സ് അങ്ങനത്തെ അല്ല കാണാൻ പറ്റുന്നത്. ഇവിടെ എന്ന് വെച്ചാൽ ഫുള്ള് മൗണ്ടെയിൻസ് വേറെ തന്നെയാണ്, പക്ഷെ നല്ല തണുപ്പാട്ടോ. കമ്പയർ ചെയ്യുമ്പോൾ നല്ല തണുപ്പുണ്ട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷനിൽ പോകുമ്പോൾ ഇതിനേക്കാളും തണുപ്പായിരിക്കും. എവിടെ ഗോദാരി, അത് അടിപൊളിയായിരിക്കും. അതാണ് ഞാൻ എക്സൈറ്റ്മെന്റിൽ നിൽക്കുന്നത്. അത് കാണാം. വാ ഇതിനോട്ടോ, വാ. സൂറല്ലേ ആക്കിയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. തിരിയുന്നില്ല. ഇപ്പൊ എന്റെ കയ്യിലാണ് കേട്ടോ. ഞാൻ ബോട്ട് തിരിക്കുകയാണ്. വെള്ളം തിരിച്ച് ഓക്കെ. ഇത് അഭിനയം കേട്ടോ, ഇത് ശരിക്കുള്ളതാണ്. ഓക്കെ, ടേൺ ദിസ് സൈഡ്. ഓക്കെ, ഓക്കെ. ഇത് ഞാൻ ബോട്ടിങ് പഠിച്ചു. സൂപ്പറാ. ഇത് തണുപ്പില്ല വാവേ. ആ അമ്മ ഉറക്കുന്നുണ്ട്. ഉണ്ടാ ഈ ബോട്ടിങ്ങിന് വരുന്നത് 200 അല്ലേ, 200 ലാറി. ആ ടൈമിങ്ങും കാര്യങ്ങളാകുമ്പോൾ അത് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം നമുക്ക് 200 ലാറിയാണ് വന്നേ. ഏകദേശം എത്ര ദിറംസ് വരും? 240 250 അല്ലേ? ആ 240 250 ദിറംസ് വരും കേട്ടോ. ഇത് നമ്മളെ ഫാമിലി മാത്രമാണ്. സ്നോ ആണ്. ഇവിടെയാണ് നമ്മൾ നെക്സ്റ്റ് പോകുന്നത്. ഇവിടെയാണെന്ന് അറിയില്ല, ഇങ്ങനത്തെ ഒരു സ്ഥലത്തിലാണ്. ഗോദാരി. ഇത് 1/2 hour അല്ലേ? 20 minutes ആണ് ബോട്ടിങ് വരുന്നത്. 30 minutes ആകുമ്പോൾ 300 വരും.
300 ലാറി 300 ലാറി പറഞ്ഞാൽ 350 ദിറംസോളം വരും കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് ഇന്നലത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇതാ ബെസ്റ്റാണ്. എക്സ്പീരിയൻസ് ആയാലോ ഇതിൻ്റെ ലൊക്കേഷൻ ആണെങ്കിലോ ഇന്നലത്തേതിനേക്കാളും ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇന്നലെ 200 സംതിങ് ആയിന്, ആ ഒരു 200 ലാറി സംതിങ് ആയിട്ടുണ്ട്. എമൗണ്ടിന് അത് വേർത്തല്ല, ജസ്റ്റ് അവരിങ്ങനെ പോയി വന്നു അല്ലാണ്ട് ഇത് നല്ലുണ്ട്. നമുക്ക് ഇങ്ങനെ റൗണ്ട് പോവാം. പിന്നെ മൗണ്ടെയിൻസും കാര്യങ്ങളായിട്ട് കുറച്ചുകൂടി നല്ല ലേക്കാണെങ്കിൽ പോലും കുറച്ച് വലിയതാണ്. ബോട്ടായാലും ബോട്ടിൽ വ്യത്യാസമുണ്ട് കേട്ടോ. നമുക്കങ്ങനെ നടക്കാനൊരു നമുക്ക് നടക്കാൻ ഒരു പേടിയായിരുന്നു. ഇത് നല്ല വ്യത്യാസമല്ല എടുക്കാം. ഡോറാണോ? കണ്ടോ, വിശാലമായ ബോട്ടാണ്. നമ്മുടെ ഗൈഡും പിന്നെ ബോട്ട് ഓടിക്കുന്നവർ. ഇപ്പം നമ്മൾ പോകുന്ന കേട്ടോ. ഇനി നെക്സ്റ്റ് ഗോദാവരി അവിടെ അല്ല, അതുപോലത്തെ സ്ഥലം. അപ്പോൾ അവിടെ വെച്ച് കാണാം അടുത്തത്. ആക്ക് പ്ലേരിയ കണ്ടിട്ട് അമ്മ പ്ലേരിയ പറയുന്നുണ്ട്. എല്ലാത്തും കയറിയിട്ട് ഇവിടുന്ന് പോവാം. യെസ്, ഇതൊക്കെ തണുപ്പൊന്നുമില്ല അമ്മ. ഓക്കെ ഓക്കെ, ഒന്ന് സ്കൂട്ടർ റൈഡിങ്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഡോഗ്സ് 1, 2, 3. ഇവിടെ തന്നെ 3 ഡോഗ്സ് ഉണ്ട്. ഹലോ, ഇപ്പോൾ നമ്മളുള്ളത് അനനൂരിലാണ് കേട്ടോ. ഇവിടെ വരുമ്പോൾ തന്നെ നമുക്കൊരു ചേർച്ച് കാണാം. നേരത്തെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ഏകദേശം ഒരു 800 കൊല്ലത്തെ മുന്നത്തെ ഒരു പഴക്കമുള്ള ഒരു ചേർച്ചാണ്. അപ്പോൾ ഉള്ളിൽ ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് ഞാൻ പുറത്തത്തെ കുറച്ച് വ്യൂസ് കാണിച്ചു തരാം. അതുപോലെ ഇത് 16th സെഞ്ച്വറിയിലുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവില്ല. അപ്പോൾ ഉള്ളിൽ ഞാൻ പോയപ്പോൾ ബിൽഡിങ്സ് എല്ലാം പഴയതാണ്, പക്ഷേ ആ സമയത്ത് ചെയ്തുകൊണ്ട് അതിൻ്റേതായ ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് താഴോട്ടായിട്ട് വന്നാൽ ഇവിടുത്തെ വ്യൂ കണ്ടോ, മൗണ്ടൻ വ്യൂ ആണ്. അതുപോലെ ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ ഈ റൈഡിങ്ങിന് വരുന്നത് 200 ലാറിയാണ് 20 മിനിറ്റ്സിന്. 30 മിനിറ്റ്സ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 300 ലാറി വരും. അങ്ങനെയെന്ന് വെച്ചാൽ ദിറംസിൻ്റെ പറയാം. 200 എന്ന് പറയുമ്പോൾ 250, 240 ആ റേഞ്ചൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്നലെ നമ്മൾ ഓൾറെഡി ടിബ്ലിസി ഓൾഡ് ജോർജ് ടിബ്ലിസിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ റൈഡും ഇവിടുത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടി എനിക്ക് നല്ലതായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ അവിടുത്തെ പ്രൈസ് ഏകദേശം 200 സംതിങ് ആണ് നമ്മൾ ലാറി കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഇത് വർത്തിട്ടാണ്. ടെമ്പറേച്ചർ 3 ഡിഗ്രി ആയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട് കേട്ടോ. നമുക്ക് മെയിൻ തണുപ്പ് ഫീൽ ആവുന്ന കാറ്റാണ്. വിൻഡ് നമുക്കിങ്ങനെ ഫേസിൽ അടിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അവരൊരു ബ്ലാങ്കറ്റ് നമുക്ക് തരും കേട്ടോ പുതക്കാൻ വേണ്ടിയിട്ട്. കാരണം അത്രത്തോളം ഫീലാവും. ഇവിടെ പറയുന്നത് ഈ മന്തിനേക്കാളും നെക്സ്റ്റ് ജാനിലാണ് തണുപ്പ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ജാനിലെ തണുപ്പ് ഇപ്പം നമുക്ക് ഈ ഒരു ഇയർ കാണാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നല്ല വരുന്നവരുണ്ട് ഇതുപോലെ നല്ല കവറാവും. അപ്പോൾ ഞാൻ തന്നെ ഈ ജാക്കറ്റിനുള്ളിൽ 2-3 ലെയർ ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. സോക്സും കാര്യങ്ങളൊക്കെ, മെയിനായിട്ട് ബൂട്ട് ഇങ്ങനത്തെ ഒക്കെ വേണം കേട്ടോ. ഇപ്പോൾ ഗ്ലൗസ് ആണെങ്കിൽ നമുക്ക് 2 ധരിക്കാം. ഇനി നമ്മൾ അടുത്ത ലൊക്കേഷന് ഗദൂരിയാണ് കേട്ടോ. ഇതിവിടെ നിന്ന് ഏകദേശം 1 hour ജേർണിയാണ്. ഇത് മെയിൻ സ്നോ മൗണ്ടെയിൻ ആണ് പോകുന്നത്. നമ്മളെല്ലാവരും മിക്ക ആൾക്കാർക്കൊരു ആഗ്രഹം ഉണ്ടാവില്ലേ സ്നോ. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോകാം കേട്ടോ. ഞാൻ എക്സൈറ്റ്മെൻറ്റിലാണ്. ഞാൻ മാത്രമല്ല, മോള് സൂപ്പർ എക്സൈറ്റ്മെൻറ്റാണ്. അവൾ വന്ന ടൈം തൊട്ടിട്ട് മോർണിംഗ് അമ്മ ഞാൻ റെഡി ഇങ്ങനെ സ്നോയിൽ പോവാം അങ്ങനെ പറയുന്ന ആളാണ്. അപ്പോൾ നമ്മൾ എന്തായാലും നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെയാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഇതിലും കോൾഡായിരിക്കും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് പ്രിപ്പയർ ആയിട്ട് പോകാം കേട്ടോ. അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം.